ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിൽ മാഷും വിശ്വവും വിനായകനും കൂടെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുക കേട്ടോ. അവരെ നിൽക്കുമ്പോൾ ആ സാബു പോലീസ് വന്നിട്ട് വയ്ക്കും, എന്നെ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്, അറിയുന്നത് ഇങ്ങോട്ട് പറഞ്ഞൂടെ മാഷേ. മാഷൊന്നും മിണ്ടില്ല. പറ വിശ്വ, അനിയൻ എവിടെ? വിശ്വം പറയും, അറിയില്ല സാർ. വിനായക എന്ന് വിളിക്കുമ്പോൾ വിനായകനും പറയും, അറിയില്ല സാർ. മാഷേ എന്ന് വിളിക്കുമ്പോൾ മാഷ് പറയും, നിങ്ങളുടെ ഇതേ ചോദ്യത്തിന് ഞങ്ങൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സാബു പറയും, വരുണിന്റെ കൊലപാതകം ചെയ്തു കഴിഞ്ഞ് അവൻ വീട്ടിൽ വന്നിരുന്നു. മാഷയ്ക്കും അവിടെ എത്തിയെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? നിങ്ങൾ കണ്ടോ? ആ സാബു പോലീസിന് ദേഷ്യം വരും. ദേ മാഷേ, ഇത് പോലീസ് സ്റ്റേഷനാ, ഇവിടെ കയറി ഇങ്ങോട്ടുണ്ടാക്കാൻ വന്നേക്കരുത്. വേണ്ട, മനസ്സിലായല്ലോ. വിഷം പറയും, അവൻ അങ്ങോട്ട് വന്നിട്ടില്ല സാറേ, അവന് നിങ്ങൾ എവിടെയോ ഒളിപ്പിച്ചിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അതങ്ങോട്ട് സമ്മതിച്ചാ തെരഞ്ഞു പിടിക്കാൻ എളുപ്പമായി. അല്ലെങ്കിൽ ഞങ്ങൾ ബുദ്ധിമുട്ടുന്നതിനനുസരിച്ച് നിങ്ങളും കഷ്ടപ്പെടും. അത് വേണോ വിനായക? അതെ, അവൻ നിങ്ങളെ വീട്ടിലേക്ക് വരുന്നത് കണ്ട ആൾക്കാരുണ്ട്, അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് കണ്ടവരുണ്ട്. നിങ്ങൾക്കറിയാത്ത ഒരു ഒളിത്താവളത്തിലും പോയി അവൻ ഒളിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് സമയം മെനക്കെടുത്താതെ അത് പറയാൻ നോക്ക് മാഷേ. അപ്പൊ മാഷ് പറയും, അവൻ വീട്ടിലേക്ക് വന്നതും പോയതും സത്യമാണ്, പക്ഷെ അവനല്ല അത് ചെയ്തതെന്ന് എന്നോട് ഏറ്റു പറഞ്ഞിട്ടാ അവൻ പോയത്. അവൻ അത് ചെയ്യില്ല, എനിക്ക് ഉറപ്പുണ്ട്. ആരെക്കുറിച്ച് താനീ പറയുന്നത്? എത്ര കേസാ അവന് പേരില് ഈ സ്റ്റേഷനിൽ തന്നെ ചാർജ് ചെയ്യപ്പെട്ടതെന്ന് അറിയോ? മാഷയ്ക്കും, എന്നിട്ട് ഒന്നിൽ പോലും കോടതി അവനെ ശിക്ഷിച്ചിട്ടില്ലല്ലോ സാറേ. അതെന്താ? ശരിയാ, എന്റെ മകൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. അതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കിയത് ഒരുപാട് വൈകിട്ടാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ അവന്റെ മേൽ ചാർത്തി കൊടുത്ത ആ ചട്ടം ഞാൻ അംഗീകരിക്കണം. അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അത് എന്നോട് പറയായിരുന്നു. പകരം അവനല്ലെന്നാ പറഞ്ഞത്. എന്നോട് അവൻ നുണ പറയില്ല. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ സംഭവം നടക്കുന്ന സമയത്ത് അവൻ ക്ലബില് ക്യാരംസ് കളിക്കായിരുന്നു. അതിന് സാക്ഷികളും ഉണ്ട്. പോലീസ് പറയും, ഓഹോ, അപ്പൊ താൻ സാക്ഷികളൊക്കെ സംഘടിപ്പിച്ചു കഴിഞ്ഞല്ലേ? മാഷ് സത്യം മുറുകെ പിടിക്കുന്നവർക്ക് ഒന്നും കൃത്രിമമായി ഉണ്ടാക്കേണ്ട സാറേ. സത്യത്തിന്റെ നുണ സത്യം മാത്രമായിരിക്കും. അത് നിങ്ങളെപ്പോലുള്ളവർക്ക് മനസ്സിലാവില്ല. അപ്പൊ സാബു സാറ് പറയും, വാ ഇടക്കട പന്ന മാഷേ, ഞാൻ പറയുന്നു തന്റെ മകനാണ് ഇത് ചെയ്തതെന്ന്. അവൻ വരുണിനെ കൊന്ന് ഒളിവിൽ പോയിരിക്കും. അവനെ ഒളിവിൽ പോവാൻ അവസരം ഒരുക്കിയതും സഹായിച്ചതും അച്ഛനും ഏട്ടന്മാരും. കാണോടോ എന്ന് പറയുമ്പോ വിശ്വം പറയും, അയ്യോ സാറേ വേണ്ട. മാഷ് പറയും, കിടന്ന് മോങ്ങാതെ വിശ്വം, ഇയാൾ ഒരു ചുക്കും ചെയ്യില്ല. പിന്നെ ആ വാസവന്റെ മകനെ കൊന്നത് ആരാണെന്ന് നമുക്ക് കോടതിയിൽ തെളിയിക്കാം. ഏതൊക്കെയോ അമ്പേക്കികളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങി എന്റെ മകനെ കൊലപാതകയാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന തന്നെ പോലുള്ള പോലീസുമാരാ കോടതിയില് തല താഴ്ത്തി നിൽക്കാൻ പോകുന്നത്, അല്ലാതെ ഞാനും എന്റെ മക്കളും അല്ല എന്ന് പറയുമ്പോ ആ സാബു സാറ് മാഷിന്റെ കരണം നോക്കി അടിക്കണേ. എല്ലാവരും ഞെട്ടിപ്പോകും. മാഷും ഇതൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അച്ഛാ വേണ്ട സാറേ എന്ന് എല്ലാരും പറയുമ്പോഴേക്കും മാറി നിക്കടാന്ന് പറഞ്ഞ സാബു സാറെ വീണ്ടും മാഷിന്റെ നേരെ പോവാ. ഇത് പോലീസ് സ്റ്റേഷനാ, കാക്കിയിട്ട പോലീസുകാര്, അത് അറിഞ്ഞ് നാവാടിയാ മതി. കേട്ടോടം മാഷേ എന്ന് പറഞ്ഞതിന് ശേഷം വേറൊരു കോൺസ്റ്റബിളിനെ വിളിക്കും. ഇവരകത്ത മുറിയിലൊക്കെ കാര്യമായിട്ട് ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞ സാബു പോലീസ് അവിടുന്ന് പോകുമ്പോ അയാളെ മാഷിനെ കൂട്ടി കൊണ്ടുപോവാ. അങ്ങനെ അവര് മൂന്നുപേരും മാഷിനോടൊപ്പം തന്നെ പോവാട്ടോ. ആ പോലീസ് സാബു പറയും, ഞാനൊന്ന് വാമപ്പ് ചെയ്തിട്ട് വരാം. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം നല്ല ഉറക്കത്തിലാണ്. ഇഷിത അപ്പുറത്തെ റൂമിലുണ്ട്, ഫോൺ എന്തോ നോക്കാം. പെട്ടെന്ന് വിക്രം എണീക്കും, എന്തോ സ്വപ്നം കണ്ടതുപോലെ. എന്നിട്ട് ഒരു പരാക്രമണം നടത്തണേ. അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ പോവാനായി ശ്രമിക്കുന്ന സമയം കയ്യിൽ ഗ്ലൂക്കോസ് ഇട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ വലിച്ചു വരുന്നുണ്ട്. അപ്പോഴേക്കും അത് താഴെ വീഴും. ആ ഗ്ലൂക്കോസിന്റെ സ്റ്റാൻഡ് ഇട്ടോ ശബ്ദം കേട്ട് ഇഷിത വന്ന് നോക്കും. അയ്യോ, എന്താ പറ്റിയത്? വേദനയുണ്ടോ? ശേഷം ഗ്ലൂക്കോസിന്റെ ഒക്കെ കയ്യിൽ കറക്റ്റായിട്ട് വെക്കും. അവിടേക്ക് ഒന്നും കൂടെ ക്ലീൻ ചെയ്ത് കൊടുക്കും. ബ്ലഡ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. വേദന കാരണം എഴുന്നേറ്റതാണോ അതോ വല്ല സ്വപ്നവും കണ്ടതാണോ എന്ന് പറഞ്ഞ് ഇപ്പൊ വേദന മാറിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് മെഡിസിൻ എടുക്കുന്നുണ്ട്. ഞാൻ വീട്ടുകാരെ കുറിച്ച് ഓർത്തു, അവരെ സ്വസ്ഥമായി ജീവിക്കാൻ ആരും വിടില്ല, അതുറപ്പാ. ഇഷിത പറയും, അതേക്കുറിച്ച് ഇവിടെ കിടന്ന് ചിന്തിക്കണോ? ഈ നാട്ടില് ഒരു നിയമ സംവിധാനം ഇല്ലേ, അതുവഴി നോക്കാം. അപ്പൊ വിക്രം പറയും, അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചിട്ട് നിയമ വഴി പോരാട്ടം നടത്തുന്നത് അതുകൊണ്ട് എന്താ അർത്ഥം? ഇപ്പോഴത്തെ അവരുടെ പ്രധാന പ്രശ്നം എന്നെ കിട്ടാത്തതായിരിക്കും. അതിനുള്ള ഫലം എന്റെ വീട്ടുകാർ അനുഭവിക്കേണ്ടി വരും. ഇഷിത പറയും, വിക്രം കുറെ ആലോചിച്ച് കൂട്ടുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ഉണ്ടായാൽ നമുക്കറിയാലോ, വാർത്തകൾ അറിയാൻ പറ്റാത്ത കാലമല്ലല്ലോ. വിക്രം പറയും, എനിക്ക് വേദയോടൊന്ന് സംസാരിക്കണം. അപ്പോ ഇഷിത പറയും, എന്തായാലും വിക്രത്തിന്റെ ഫോണിന്ന് വേണ്ട, എന്റെ ഫോണിന്ന് വിളിച്ചോ എന്ന് പറഞ്ഞ് ഇഷിത കോള് വേദയെ ചെയ്യണേ. വേദ ആ കോള് വന്നെടുക്കും. ആ ഇഷിത. ഇഷിത പറയും, നിന്റെ ആൾ ഇവിടെ കിടന്നേ കയറ് പൊട്ടിക്കുന്നുണ്ട്. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, ഞാൻ കൊടുക്കാം. അങ്ങനെ വേദയ്ക്കും, എന്താ വിക്രം പ്രശ്നം? വിക്രം പറയും, അത് ഞാനൊരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? അപ്പോഴേക്കും ഇഷിത അവിടുന്ന് പോട്ടോ. വിക്രം പറയും, അത് പിന്നെ ഒരു മൈതാനത്തില് അച്ഛനെ ആരോ കെട്ടിയിട്ടിരിക്കും, ചുറ്റൊരു ആൾക്കാരുണ്ട്, അവരച്ഛനെ കല്ലെറിയുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നു. വേദ പറയും, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. അത് ശരിയായിരിക്കാം, പക്ഷേ അച്ഛൻ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. നിനക്കറിയാലോ, വാസവൻ കലി തുള്ളി നടക്കണേ. എന്നെ കിട്ടാത്തോടത്തോളം അയാൾ ആ കലി മുഴുവനും എന്റെ വീട്ടുകാരോട് നടത്തും, പ്രത്യേകിച്ച് അച്ഛനെ നാണം കെടുത്തിയാലേ എന്നെ വേദനിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് അവർക്കറിയാം. വേദ പറയും, വിക്രം വിഷമിക്കാതിരിക്കെ, ഞാൻ അന്വേഷിക്കാം.
ഒന്ന് വീട് വരെ പോകാൻ പറ്റുമോ? വേദ പറയും അതൊക്കെ ഞാൻ ചെയ്തോളാം, തൽക്കാലം വിശ്രമിക്കും, ഞാൻ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം തിരിച്ചു വിളിക്കാം. വിക്രം പറയും എത്രയും പെട്ടെന്ന് വേണം, എത്രയും വേഗം വിളിക്കാം എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാം. അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് കമലമ്മ ഇങ്ങനെ കരഞ്ഞു തളർന്നിരിക്കുകയാണ്. അപ്പോ ഒരു ഫോൺ വരും. നോക്കുമ്പോൾ വേദയുടെ നമ്പറിനെ അത് കാണുമ്പോൾ തന്നെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവും. മോളെ എന്തിനാ മോൾ അമ്മയെ വിട്ടു പോയത്? ഈ ഒരു സാഹചര്യത്തില് അമ്മയുടെ കൂടെ മോൾ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പൊ വേദ പറയും ഞാൻ കൂടെ ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോളും. വേദ എങ്ങോട്ടും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അമ്മയ്ക്കും അവനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും വിവരമുണ്ടോ മോളെ? വേദ മറുപടി പറയുന്നില്ല. മാഷ് പറയുന്നതേ അവൻ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്തുണ്ടായിരിക്കുന്നത് തന്നെയാ. അങ്ങനെ ആവും മോളെ. അപ്പം വേദ പറയും ആവും അമ്മേ, വിക്രത്തിനൊന്നും സംഭവിക്കില്ല, അമ്മ ധൈര്യമായിട്ടിരുന്നോളൂ. കമലയ്ക്കും എനിക്ക് എന്ത് ധൈര്യം മോളെ, എന്റെ മനസ്സിന് ധൈര്യം കിട്ടണമെങ്കിൽ അവനും മോളും എൻ്റെ അടുത്ത് വേണം. ഇനി അത് ഒരിക്കലും ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ് കരയും. ശേഷം പറയും പിന്നെ നിന്നെ കാണാൻ വന്ന് അന്ന് തിരിച്ചു വന്നപ്പോ മാഷ് എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, നീ അധികകാലം അവിടെ നിൽക്കില്ലെന്നേ. ഉറപ്പാണോ മോളെ? നീ തിരിച്ചു വരുമോ? പറ മോളെ. വേദം ഒന്ന് ആലോചിച്ചിട്ട് പറയും ആദ്യം വിക്രത്തിന്റെ പ്രശ്നങ്ങളെല്ലാം ഒന്ന് തീരട്ടെ, എന്നിട്ട് എനിക്ക് ചെയ്തു തീർക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് തീർന്നാൽ ഞാൻ വരും, ഉറപ്പായും വരും. ഇത് കേൾക്കുമ്പോ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷവും. കണ്ണുനീരൊക്കെ ഇങ്ങനെ തുടച്ചു മാറ്റാ. നീ പറഞ്ഞത് സത്യല്ലേ മോളെ? അമ്മയെ വെറുതെ പറ്റിക്കല്ലോ? അല്ല അമ്മേ, പക്ഷേ ഈ കാര്യം അമ്മയും ഞാനും മാത്രമേ അറിയാവൂ, ആരോടും അമ്മ ഇത് പറയരുത്. ഇല്ല മോളെ, ഇല്ല, പക്ഷേ എന്റെ മാഷിനോട് ഞാനിത് പറയും, അല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല. വേദ പറയും ആയിക്കോട്ടെ, അച്ഛൻ എവിടെയുണ്ട്? അപ്പോ അതോർത്ത് ഞാൻ വേവലാതിപ്പെട്ടിരിക്കുമ്പോഴാണ് മോള് വിളിക്കുന്നത്. എന്ത് വിഷയമേ? ആ കമല പറയും ഇന്നലെ രാത്രിയിലെ ആ പോലീസ് സ്റ്റേഷനിൽ ഒരു കോള് വന്നിരുന്നോ, അച്ഛനോടും വിശ്വത്തിനോടും വിനായകനോടും ഇന്ന് സ്റ്റേഷനിൽ എത്തണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവരങ്ങോട്ട് പോയിരിക്കുക, വിളിച്ചു നോക്കില്ലേ? അപ്പൊ അമ്മ പറയും ഞാനും ശ്രീജയും നന്ദിനെ ഒരുപാട് വിളിച്ചു, പക്ഷെ എടുത്തില്ല. വേദ പറയും അമ്മ പേടിക്കും, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അപ്പൊ അമ്മ പറയും ആ എസ് ഐ ഒരു വൃത്തികെട്ടവനാണ്, അതാ പേടി. അമ്മ പേടിക്കണ്ട, ഞാൻ നോക്കാം, ഞാൻ എന്തായാലും അന്വേഷിക്കട്ടെ, അമ്മ ധൈര്യമായിട്ടിരിക്കേ. കമല പറയും എന്തായാലും മോള് വിളിച്ചല്ലോ, അത് തന്നെ വലിയ ആശ്വാസം. അമ്മയുടെ ശബ്ദം കേൾക്കണമെന്ന് എനിക്കും തോന്നി, അതാ ഞാൻ വിളിച്ചത്. അമ്മയ്ക്കും സമാധാനമാവുന്നുണ്ട്, ഞാൻ എന്തായാലും സ്റ്റേഷനിലേക്ക് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് വേദ കോള് കെട്ടി. അങ്ങനെ ശേഷം പിന്നീട് വേദ ആ കോള് കട്ട് ചെയ്ത് ഞാൻ വിക്രമിന്റെ അച്ഛനെയൊക്കെ വിളിച്ചു നോക്കുകയാണെ, എന്നാൽ കിട്ടുന്നില്ല കേട്ടോ. അപ്പൊ തന്നെ ഫോൺ എടുത്ത് വേറെ നമ്പറിലേക്ക് വിളിക്കും. വേറെ ആരെയല്ല, ദർശനാണ്. ദർശനാണെങ്കിൽ എന്തൊരു കേസിന്റെ കാര്യമായിട്ട് എറണാകുളത്തേക്ക് പോവാണ്. അപ്പോഴായിരിക്കും വേദയുടെ കോള് വരുന്നത്. അങ്ങനെ എന്താ വേദ കാര്യം പറ. അങ്ങനെ കമലമ്മയെ വിളിച്ചതും അവര് പോലീസ് സ്റ്റേഷനിൽ പോകാനുണ്ടായ സാഹചര്യം എല്ലാം പറയണേ. ആ എസ് ഐയുടെ വൈരാഗ്യം ദർശനം അറിയാലോ? അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്യാം. അല്ല കോടതി പോക്കൊക്കെ നിർത്തിയോ? ഇല്ല, ശ്രീനിവാസന്റെ കേസ് പുനരന്വേഷണം നടത്തില്ലേ, തൽക്കാലം ഞാനൊന്നും ഏറ്റിട്ടില്ല, അതാ. അപ്പൊ ദർശൻ പറയും തൽക്കാലം മുടക്കണ്ട, ഇതൊരു വലിയ കരിയറാണ്, ഓക്കെ എന്ന് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യാം. അതിനുശേഷം പോലീസ് സ്റ്റേഷനില് മാഷിനെയും വിശ്വത്തിനെയും വിനായകനെയും വേറൊരു സ്ഥലത്ത് എത്തിച്ചിരിക്കുകയാണ്. വിശ്വത്തിന് ആകെ പേടിയാവും, അയാൾ നമ്മളെ ഉപദ്രവിക്കാനാണോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? വിനായകൻ പറയും അവൻ കാരണം ഇപ്പൊ നമ്മളാണല്ലോ അടി വാങ്ങേണ്ടി വരുന്നത്. മാഷ് പറയും അവൻ കാരണം? അയ്യോ അങ്ങനെയല്ല, അവനോടുള്ള വൈരാഗ്യം കാരണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ആ വൈരാഗ്യം വരാൻ നിന്നാൽ കഴിയുന്നതെല്ലാം നീയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഉണ്ടാവും ആ സോബ് സാറേ ആ ഡ്രസ്സൊക്കെ അഴിച്ചൊരു ബനിയനും പാൻറ്റും മാത്രം ഇട്ട് ഒരു വടിയായിട്ട് വരുന്നേ. ഇത് കാണുമ്പോൾ തന്നെ അവർ പേടിക്കും. അങ്ങനെ അയാൾ റൂമിലേക്ക് പോയിട്ട് ഓരോരുത്തരായിട്ട് വിളിക്കുന്നു പറയും. അങ്ങനെ വിനായകനെ ഏട്ടോ കൂട്ടിക്കൊണ്ട് പോണത്, അവിടെ ഇരിക്കടാ എന്ന് പറയുമ്പോൾ വിനായകനെ ചുറ്റിലും നോക്കുക, ചെയറൊന്നുമില്ല. അങ്ങനെ ഇങ്ങനെ വണ്ടിയിലിരിക്കുന്ന ആ ഒരു സ്റ്റൈലില് കാല് മടക്കി ഇരിക്കുമ്പോഴേക്കും അയാള് വിനായകന്റെ കാലിലങ്ങ് ചവിട്ടും. വിനായകൻ വേദന കൊണ്ട് കരയുമ്പോൾ അവനൊന്നും ചെയ്യില്ലേ എന്ന് വിഷു ഇങ്ങനെ കരഞ്ഞു പറയുന്നുണ്ട്. അതുപോലെ മാഷും എനിക്കൊന്നും അറിയില്ല സാറേ എന്ന് വിനായകനും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെ വിനായകനെ നന്നായിട്ട് ഉപദ്രവിക്കുക. ഇതെല്ലാം അവർ ആ ജനലിലൂടെ ഇങ്ങനെ കാണുന്നുണ്ട്. അവരെന്ത് പറഞ്ഞിട്ടും അവരാരും അത് മൈൻഡ് ചെയ്യാതെ വിനായകനെ തല്ലിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ വിനായകനെ ഒരുവിധം നന്നായിട്ട് തല്ലി ചതയ്ക്കുന്നുണ്ട്. എടുത്തോണ്ട് പോടോ. അങ്ങനെ വിനായകൻ ആ പോലീസുകാരെ എടുത്ത് മാഷിന്റെയും വിശ്വത്തിന്റെയും അടുത്തുകൊണ്ട് നിർത്തും. വിനായകൻ തളർന്ന് അവിടെ ഇരിക്കുക. അപ്പോഴേക്കും വാടോ എന്ന് പറഞ്ഞ് വിശ്വത്തിനെ പിടിച്ചോണ്ട് പോവാ. മാഷിനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. തന്റെ അനിയനെവിടെടോ എന്ന് വെക്കുമ്പോ വിശ്വം പറയും എനിക്കറിയില്ല സാറേ, ആ വാതിലടക്കി എന്ന് മറ്റേ പോലീസിനോട് പറയുമ്പോൾ അയാൾ ഡോർ അടയ്ക്കും. പിന്നെ ഇയാളെ വിശ്വത്തിനെയും ആ വടി വെച്ച് ബാക്കിൽ നന്നായിട്ട് അടിക്കുക. അച്ഛാ എന്ന് വിളിച്ച് കരയാൻ പറ്റാതെ ആ ശബ്ദം കേട്ട അച്ഛൻ വിഷമിക്കുന്ന അറിയുന്നത് കൊണ്ട് തന്നെ വിഷം വാ ഇങ്ങനെ കടിച്ചമർത്തി പിടിക്കണേ. കരയുന്ന ശബ്ദം കേൾക്കുന്നില്ലെങ്കിലും അടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോ എന്റെ മോനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് മാഷ് പോകാൻ തുടങ്ങുമ്പോ ആ പോലീസുകാരെ മാഷിനെ പിടിച്ചു വെക്കണേ. മാഷിനെ പിടിച്ചു വലിച്ച് അവിടെ കൊണ്ടുവിടും. വിനായകനും പിടിക്കാൻ പറ്റണില്ല, അത്രയും വിനായകനും തല്ലു വാങ്ങിച്ചിട്ടുണ്ടല്ലോ. മാഷ് വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൊള്ളുന്ന അടിയിലെ വേദന കടിച്ചമർത്തി നിൽക്കുകയാണ് വിഷം.
എനിക്കറിയില്ല സാറേ. അപ്പോഴും അയാളെ നന്നായിട്ട് വിശ്വത്തിനെ ഉപദ്രവിക്കും. കൊണ്ടുപോടോ. അങ്ങനെ വിഷം അച്ഛൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഡ്രസ്സൊക്കെ ചുളിവ് ഒന്ന് ശരിയാക്കിയിട്ടാ പോണത്. എന്നാൽ മാഷ് ആകെ തളർന്ന് വീണിട്ടുണ്ട്. വിനായകൻ അച്ഛ അച്ഛന്ന് വിളിക്കുന്നുണ്ടെങ്കിലും മാഷിന് എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നില്ല. ഇത് കാണുന്ന വിഷം അച്ഛാ എന്ന് വിളിച്ച് ഓടിച്ചെല്ലും. എന്നെ ഒന്നും ചെയ്തിട്ടില്ല അച്ഛാ, എന്നെ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ മാഷിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക. അങ്ങനെ എല്ലാവരെയും വല്ലാതെ ഉപദ്രവിക്കുക കേട്ടോ അവരെല്ലാവരും കൂടെ. അങ്ങനെ ഒക്കെയാണ് ഈ ഭാഗത്തുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഭാഗത്തിനായിട്ട് കാത്തിരിക്കാം. നെക്സ്റ്റ് ഭാഗത്തില് കാണിക്കുന്നത് ഇഷിത വേദയുടെ അടുത്തേക്ക് വിക്രമിനെ എത്തിക്കുന്ന ഭാഗങ്ങളൊക്കെ ആട്ടോ. അപ്പോൾ അതിനായിട്ട് കാത്തിരിക്കുക. റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്